നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ അൽ ഹിലാലിൻ്റെ അടുത്ത മത്സരം അൽ നസറുമായിട്ടാണ്. ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ 4-നാണ് ആ ഒരു മത്സരം നടക്കുന്നത്. പക്ഷേ ആ മത്സരം കളിക്കാൻ അവരുടെ ഡിഫൻസിലെ പ്രധാന താരങ്ങളിൽ ഒരാളുണ്ടാവില്ല. ഹസൻ തമ്പക്തിക്ക് ഇന്നലെ അൽ തവൂണുമായിട്ടുള്ള മത്സരത്തിനിടയ്ക്ക് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. അതോടുകൂടി അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് വെച്ചുകൊണ്ട് ഹസന് അൽ നസറിനെതിരെ കളിക്കാൻ പറ്റില്ല. ഇത് റഫറിയുടെ മിസ്റ്റേക്കാണെന്നും റഫറിമാർക്കെതിരെ അവർ വരുന്നത് വളരെ ലോ ആയിട്ടുള്ള ലീഗുള്ള സ്ഥലങ്ങളിൽ നിന്നാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കോച്ച് ഹോർഗെ ഹീസസ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ തീർച്ചയായിട്ടും റഫറിയോട് വലിയ ദേഷ്യത്തിലാണ്. കാരണം ഹസന് കൊടുത്ത കാർഡ് അത് അത് കാരണം അവൻ അടുത്ത മത്സരം നഷ്ടമാകും. അതൊരു നോർമൽ പ്ലേ ആയിരുന്നു. ഒരിക്കലും ഒരു കാർഡ് കൊടുക്കേണ്ട വിഷയം അവിടെ ഉണ്ടായിരുന്നില്ല. റഫറി കൃത്യമായിട്ട് ആ ഷോട്ട് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന് ആ ഒരു കാർഡ് കൊടുത്തത്. ഇവർ വരുന്നത്, ഇത്തരം റഫറിമാർ വരുന്നത് വളരെ വീക്കായ ലീഗിൽ നിന്നാണ്. അവർക്ക് സൗദി പ്രോ ലീഗ് പോലുള്ളൊരു ലീഗ് നിയന്ത്രിക്കാൻ കഴിയില്ല. ലിത്വാനിയയിൽ നിന്നാണ് വരുന്നത്. ലിത്വാനിയൻ ലീഗ് അത്ര വെൽ നോൺ ആണോ? ഇതിനു മുമ്പ് എൽ സാൽവഡോറിൽ നിന്നൊരു റഫറിയെ കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള റഫറീസ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ല. നല്ല റഫറിമാർ ലീഗിലേക്ക് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റഫറി ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ ഹോർഗെ ഹീസസ് പറയുന്നു. ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തൊന്നുമല്ല അൽ ഹിലാൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ റഫറിമാർക്കെതിരെ ഇടക്ക് ആശാൻ ഹോർഗെ ഹീസസ് ചില വിമർശനങ്ങളൊക്കെ കെട്ടഴിക്കുന്നത് കാണുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പ്രോ ലീഗിൽ 25 കളിയിൽ നിന്ന് 57 പോയിന്റോടെ അൽ ഹിലാൽ രണ്ടാമതും 25 കളിയിൽ നിന്ന് 61 പോയിന്റോടെ അൽ ഇത്തിഹാദ് 1-ാം സ്ഥാനത്തുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.